ജനറൽ ആശുപത്രി നമ്പർ 1 ആരോഗ്യ കേരളത്തിൽ അല്ല എന്ന് സംശയം തോന്നും. കാരണമുണ്ട്. ആശുപത്രിയിലെ ലിഫ്റ്റ് തകരാറിലായിട്ട് ഇന്നേക്ക് 7ാം ദിവസമാണ്. രോഗികളെ മുകളിലുള്ള നിലകളിലേക്ക് കൊണ്ടുപോകുന്നത് തുണിയിൽ ചുമന്നാണ്. എൻ്റെ പപ്പ ഇവിടെ ഞായറാഴ്ച അഡ്മിറ്റ് ആക്കിയത്. അപ്പോൾ ഇന്ന് സ്കാൻ ചെയ്യണം. അപ്പോൾ ഹോസ്പിറ്റലിൽ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പുറത്താണ് പോയത്. അപ്പം ഇവിടെ വരെ വീൽ ചെയർ അവർ കൊണ്ടു തന്നു. ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴെ സ്റ്റെപ്പ് ഇറങ്ങി പിന്നെ ഈ റോഡ് വരെ വീൽ ചെയർ കൊണ്ടു തന്നു. ലിഫ്റ്റില്ലാത്തവർ തിരിച്ച് വന്നത് സ്റ്റെപ്പ് കയറിയ വന്നതും വയ്യാതാ കിടന്നത്. ഇപ്പോൾ ഇന്ന് ഒരാൾ ഐസിയിൽ മരിച്ച ഡെഡ് ബോഡി പോലും ഇവിടെ വരെ ട്രോളി കൊണ്ടുവന്നിട്ട് ബാക്കി അവർ തുണിയിൽ എടുത്തുകൊണ്ടാണ് ഡെഡ് ബോഡി പോലും കൊണ്ടുപോയത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം രോഗികൾക്ക് വരുന്നവർക്കും ഇവിടെ വർക്ക് ചെയ്യുന്നവർക്കും ബുദ്ധിമുട്ടാണ്. നമ്മൾ ബൈസ്റ്റാൻഡേഴ്സിന് ബുദ്ധിമുട്ടാണ്. ഇതിന് ആവശ്യമുണ്ടെങ്കിലും ഓടി എല്ലാം ഇറങ്ങി വേണം ഞങ്ങൾ താഴെ പോകാം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ വെള്ളം അത്യാവശ്യ സമയത്ത് വെള്ളം കിട്ടത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ. ഒരു രോഗി ഇന്നലെ എടുത്തുകൊണ്ട് വന്ന ആ ഒരു അവസരത്തിൽ ആ സമയത്ത് രോഗി താഴെ വീണു എന്ന് പറയുന്നു. അവരുടെ ബന്ധുക്കളടക്കം ഇവിടുത്തെ സ്റ്റാഫുകളടക്കം ഈ എടുത്തുകൊണ്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളാണ്. അവർക്ക് 40-50 വയസ്സിന് മുകളിലേക്കുള്ള സ്ത്രീകളാണ്. അവർക്ക് എടുത്തുകൊണ്ട് വരാനുള്ള ബുദ്ധിമുട്ട്. ഒരു ദിവസം മിനിമം ഒരു 12 രോഗികളെങ്കിലും ഈ 4 നില അവർ ചുമന്നുണ്ട്. അതും 1-2 പ്രാവശ്യം ഒരു രോഗികളെ തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥിതി ശരിക്കും ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, ഇവിടുത്തെ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന ഇവിടുത്തെ CPM-ൻ്റെയും ബാക്കിയുള്ള ആരോഗ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലമാണെന്ന് ആലോചിക്കണം. ഒരിക്കലും യൂത്ത് കോൺഗ്രസ് അതിന് പ്രതിഷേധിക്കാതിരിക്കത്തില്ല. ശക്തമായിട്ടുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസിൻ്റെ പേരിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പേരിലും മുന്നോട്ട് തന്നെ പോകും. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ സ്വന്തം മണ്ഡലത്തിലുള്ള ആശുപത്രിയാണ്. അവിടെയാണ് ഈ ദുരവസ്ഥ. 7 ദിവസമായിട്ടും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ജനറൽ ആശുപത്രി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സാധാരണക്കാരുടെ ആശ്രയമാണ്, അഭയ കേന്ദ്രമാണ്. അവിടെയാണ് ദുരിതം പേറി ആശുപത്രിയിൽ എത്തിക്കുന്ന രോഗികൾക്ക് ഇരട്ടി ദുരിതമായി ഈ ലിഫ്റ്റ് പ്രവർത്തിക്കാത്തത്.